വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ടാക്കുന്നത്. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല, ദോശ, നെയ്റോസ്റ്റ് എല്ലാത്തിനും കൂടെ പോകുന്നതാണ്. ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമ്മൾ ആ ഇഡ്ഡലിയുടെ തട്ടില്ലേ, അത് ആ എണ്ണ തൂത്തിട്ട്, ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാകണം. ചൂടായതിന് ശേഷം മാത്രമേ അതിനകത്തോട്ട് ഈ ഇഡ്ഡലിയുടെ മാവ് ഒഴിക്കാവുള്ളൂ കേട്ടോ. അന്നേരം നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും. ചൂടായെന്ന് നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ മതി. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ടിത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണേ. നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെച്ചിട്ട് ഒരു 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി ശരിക്ക് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ തട്ടെടുത്ത് മാറ്റി ഇതൊന്ന് നന്നായിട്ട് തണുക്കണേ. തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഇളക്കിയെടുക്കാവുള്ളൂ, എന്നാലേ നന്നായിട്ട് ഇളകി വരത്തുള്ളൂ കേട്ടോ. ഇഡ്ഡലിക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണേ. പിന്നെ നമുക്കൊരു 4-5 വറ്റൽമുളക്, ഇവിടെ ഞാൻ 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ചുവന്നുള്ളി. ഇപ്പം നമ്മുടെ വീട്ടിൽ മെമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം ഓരോന്നും ചേർക്കാൻ കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണേ. കൂട്ടത്തിൽ ഈ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. മുളകിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുവേ. ഈ എണ്ണയിൽ കിടന്ന് ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആകുമ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുതേ. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇത് ഇഡ്ഡലിയുടെയും അല്ലെ ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റ്, ഇതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. പല ടൈപ്പ് ചമ്മന്തികളുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരേപോലത്തെ ചമ്മന്തി കഴിക്കുകയാണെങ്കിലും നമുക്ക് മടുപ്പാകത്തില്ലേ. അപ്പോൾ ഒരു ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചേരുവകൾ മാറ്റി മാറ്റി ചെയ്ത് നോക്കിയാൽ മതിയേ. നല്ല ടേസ്റ്റ് ആയിരിക്കും അന്നേരം. ഇതിപ്പോൾ ഉള്ളിയും മുളകും എല്ലാം ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാമ്പാർ പുളിയുടെ ഒരു ചെറിയ പീസാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, തൈരൊക്കെ ഒഴിച്ച ചട്നിയൊക്കെ ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ വേറെ വേറെ ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്യണേ. ഞാൻ സിമ്മിൽ വെച്ചേക്കുവാണ് ഫ്ലെയിം, ഒരുപാട് കൂട്ടി വെച്ചിട്ടില്ല. നല്ലൊരു പിടി തേങ്ങ ഇട്ടാൽ മതിയേ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ സാധനങ്ങളെല്ലാം എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സിനെ നോക്കിയിട്ട് വേണേ. ഇതിപ്പം ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ചെടുത്ത് കാണിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, അങ്ങനെ ഒരുപാട് ഫ്രൈ ഒന്നും ആകേണ്ട കാര്യമില്ല. തേങ്ങയും കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അത്രയും മതിയേ. അതിനുശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കിയെടുത്തതാണേ. അപ്പോൾ ഇത് നല്ല ഇഡ്ഡലിയുടെയും ദോശയുടെയും നെയ്റോസ്റ്റ് അതിൻ്റെ എല്ലാത്തിനും കൂടി നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ചമ്മന്തിയാണേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ ഇഡ്ഡലി ഇവിടെ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. ഇത് ഈ ഒരു സ്പൂണിൻ്റെ ഈ ഭാഗം കൊണ്ട് ഒന്നിങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിൽ നല്ല സാമ്പാർ ഒഴിച്ചു കൊടുക്കണേ. ഒരു സൈഡിലേക്ക് നമ്മളിപ്പം എടുത്തു വെച്ച ചമ്മന്തി ഇല്ലേ, അത് ഈ ഒരു സൈഡിലോട്ടും കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കണം കേട്ടോ. ഇത് തന്നെയാണേലും കഴിക്കാം, പക്ഷെ സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണേ. അപ്പോൾ ആ ഒരു 2 ടേസ്റ്റ് കിട്ടുമല്ലോ. നമുക്ക് എപ്പോഴും ഈ ടേസ്റ്റ് നന്നായിട്ട് ഡിഫറെൻ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഫുഡിനോടൊരു പ്രത്യേക ഇഷ്ടമാകുമേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.